വെൽക്കം ടു ആർട്സോഗ്രാഫി. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ഫോട്ടോയാണ്. ഇത് സ്നാപ്സീഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ സൈഡിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ കണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ആംഗിളിലാണ്, നിങ്ങൾക്ക് കാണാം, ആ ഒരു ആംഗിളിലാണ് ഫോട്ടോ എടുക്കുന്നത്. വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ 2-3 ആംഗിൾസിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എഡിറ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫോട്ടോ സ്നാപ്സീഡിലാണ് ഓപ്പൺ ചെയ്തേക്കണം. ഓപ്പൺ ചെയ്തതിന് ശേഷം ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ടൂൺ ഇമേജ് എടുത്തതിന് ശേഷം നമുക്ക് ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഒരു 21 സെറ്റ് ചെയ്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് നമുക്ക് കൂട്ടാം 17. സാച്ചുറേഷൻ നമുക്ക് കുറച്ചൊരു പൊടി കൂട്ടാം, ഒരു +3. ആംബിയൻസ് നമുക്കൊന്ന് കൂട്ടാം, ഒരു +8 കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റും നമുക്കതുപോലെ തന്നെ കൂട്ടാം, ഒരു 39. ഷാഡോ കുറച്ച് കുറയ്ക്കാം, ഒരു -41. അതുപോലെ വാംപ്പ് നമുക്ക് മാക്സിമം കുറയ്ക്കാം, ഒരു ബ്ലൂ ഷെയ്ഡ് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാംപ്പ് ഒരു 60 or 56 സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൂളായി ഡബിൾ എക്സ്പോഷർ എടുത്തിട്ട് ഫോട്ടോ ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തു. എന്നിട്ട് അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കുക. നമ്മൾ താഴെയുള്ള ഓപ്ഷനത്തെ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിൽ ലൈറ്റ് എന്ന് കൊടുക്കുക. ലൈറ്റ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടിയിടുക. അതിനുശേഷം മുകളിലൊരു ഓപ്ഷൻ കാണാം, അത് എടുത്തതിന് ശേഷം അതിൽ വ്യൂ എഡിറ്റ്സ് എന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു എഡിറ്റിൻ്റെ ഒരു പ്രോമോ കൊടുക്കുന്നുണ്ടാവും. അതിലെടുത്തതിന് ശേഷം സെക്കൻഡ് ഓപ്ഷനായ ബ്രഷ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും കാണാം. അതിൽ ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ 100 കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പരിപാടിക്ക് ശേഷം നമ്മൾ ഇനി ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. അതായത് ഒരു 0 to 25 ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫോട്ടോയും നമ്മുടെ പഴയ ഫോട്ടോയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ 2 ഫോട്ടോസ് കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കാനാണ്. അപ്പോൾ അതിന് ശേഷം അതൊന്ന് 50 ഇട്ടതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം അതൊന്ന് ഡബിൾ എക്സ്പോഷറിൻ്റെ വില 75 ഇട്ടതിന് ശേഷം ഒന്ന് അതേപോലെ തന്നെ അതിൻ്റെ മേലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ലെയർ പോലെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും. 3 ലെയറായിട്ട് നമ്മൾ ചെയ്യുമെങ്കിലും നമ്മുടെ ആ ഒരു ബ്ലെൻഡിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ബ്ലെൻഡിങ് നിങ്ങളുടെ ഏത് ഫോട്ടോയ്ക്ക് എങ്ങനെയാണോ അനിവാര്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ആ വാല്യൂ ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ കറക്റ്റായി മാറ്റിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കി വെക്കുക. ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ്ങിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ലൈൻ കാണുന്ന അതൊന്ന് മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ 0 ഇട്ടിട്ടാണ് ഞാൻ ആ വാല്യൂ ഒന്ന് മാറ്റി കളയുന്നത്, ചെറിയ ലൈൻ. അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോ ഏകദേശം ഒരു ബ്ലെൻഡായ പോലെയുണ്ട്, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാം. അപ്പോൾ നമുക്കിനി ബ്ലെൻഡിങ്ങിൻ്റെ ലെവലൊന്ന് കറക്റ്റ് ഒന്നും കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ടൂൾസിൽ പോയതിന് ശേഷം ബ്രഷ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് നമുക്ക് കാണാം ഡോഡ്ജ് ആൻഡ് ബേൺ ബ്രഷ് എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ 10 മാക്സിമം ആണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ പിക്ചറിലെ മാക്സിമം ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ബ്ലെൻഡ് ചെയ്യുക. അതായത് വൈറ്റും ആ ബ്ലൂവും ഷെയ്ഡും ഒന്ന് ലയിപ്പിച്ച് ചേർക്കുക. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ബ്രഷ് എടുത്ത എക്സ്പോഷർ ബ്രഷ്. അപ്പോൾ നമുക്ക് എക്സ്പോഷർ മാക്സിമം കൂട്ടിയിട്ട് എവിടേക്ക് എക്സ്പോഷർ വെളിച്ചം വെള്ള ലൈറ്റ് വേണ്ടെങ്കിൽ അവിടെ ഇതേപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം ആ 2 ബ്രഷിൻ്റെയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ബ്രഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ബ്രഷ് നമ്മുടെ ആ ബ്രഷുകളുടെ ഓപ്ഷനിൽ തന്നെയാണ് ബ്രഷ് സെലക്ട് ചെയ്യുക. എടുത്തതിന് ശേഷം ടെമ്പറേച്ചർ ബ്രഷാണ്. ടെമ്പറേച്ചർ നമുക്ക് മാക്സിമം കുറച്ചാലേ ഒരു ബ്ലൂ ഷെയ്ഡ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു, -10 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എവിടേക്കാണോ ബ്ലൂവിൻ്റെ ആ ഒരു കളർ വേണ്ടത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടിപ്പോയെങ്കിൽ ഇതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇറേസർ എന്നൊരു ഓപ്ഷൻ പോലെ കാണാം. അതിൻ്റെ വാല്യൂ 0 ആവുന്ന സ്ഥലമാണ് ഇറേസർ. അപ്പോൾ ആ ഭാഗം വേണ്ടാത്ത സ്ഥലം നമുക്കൊന്ന് ഇറേസ് ചെയ്തും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾസിൽ പോയിട്ട് ഒന്നും കൂടി ഒന്ന് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി നിങ്ങളുടെ ഫോട്ടോയ്ക്ക് എങ്ങനെയാണോ കറക്റ്റ് ആവുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സാച്ചുറേഷൻ, ആംബിയൻസ്, ഹൈലൈറ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഒന്നും കൂടി
ഒരു ക്ലാരിറ്റി, ഒരു ഒറിജിനാലിറ്റി തോന്നും. പിന്നെ ഫോട്ടോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഫോട്ടോ നമ്മുടെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റും ഏകദേശം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ടൂൾസിൽ പോയിട്ട് ഓക്കെ അടിച്ചതിന് ശേഷം ടൂൾസിൽ പോയിട്ട് വിഗ്നെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം താഴെ ലെഫ്റ്റിലായിട്ട്. അത് കൊടുത്തിട്ട് വിഗ്നെറ്റ് ഒരു +50 ഓൾറെഡി സെലക്റ്റഡ് ആവും. അത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഫസ്റ്റ് കാണാം. അതിൽ കൊടുത്തിട്ട് നമുക്ക് ആ ഫസ്റ്റ് സ്ട്രക്ചർ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഫോട്ടോ സ്മൂത്ത് ആവുമെന്ന് കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ സ്മൂത്ത് ആക്കിയതിന് ശേഷം ഷാർപ്പനിങ് കുറച്ച് കൊടുക്കുക, ഒരു +4. നമുക്ക് ഷാർപ്പനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഓക്കെ, ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മളിനി എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം റൈറ്റിലായിട്ട്. അത് കൊടുത്ത് നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ ഷെയറോ കമൻറ്റോ ഒക്കെ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതുപോലെ ഒരു ആർട്ട് ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് പ്രണവ് ഫ്രം ആർട്സോഗ്രഫി സൈനിങ് ഓഫ്.